everyone, welcome to Deepika Devagaran YouTube channel. സോ നമ്മൾ ഇന്നൊരു ഇൻഡസ്ട്രി വിസിറ്റിന് പോവുകയാണ്. 10 ഡേയ്സിലൊരു ട്രിപ്പാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് വന്നിട്ട് ആഗ്ര, ഡൽഹി, മണാലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ഫസ്റ്റ് 2 ഡേയ്സ് നമുക്ക് ട്രെയിനിൽ ട്രാവൽ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് വന്നിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് എത്തി നമ്മൾ ട്രെയിനിൽ കയറി 1 മണിയാകുമ്പോൾ ട്രെയിൻ എടുത്തു കേട്ടോ. പിന്നെ ഇനി നമുക്ക് 2.5 ദിവസം നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ 1 and 2 നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കോളേജിൽ നിന്ന് നോർത്ത് ഇത്രയും ലോങ് ഒരു ഇൻഡസ്ട്രി വിസിറ്റിന് അപ്രൂവൽ കിട്ടുന്നത്. അതിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ നമ്മളൊരു പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടർലസ്റ്റ് എന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ അവർ നമുക്ക് പറ്റാവുന്ന അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മണാലി, ലഡാക്ക് ഇതൊക്കെ ഇന്ത്യയിൽ എൻ്റെ വൺ ഓഫ് ദി ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതുപോലെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ട്രിപ്പ് കഴിഞ്ഞെത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ജലദോഷമുണ്ട്, സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രകൃതി രമണീയമായ കുറേ നല്ല നല്ല സ്ഥലങ്ങളും കാടും മലകളൊക്കെ കണ്ട് ഞങ്ങളുടെ അങ്ങനെ യാത്ര നല്ല ചില്ലായിട്ട് പോവാണ്. പിന്നെ അതെ ഇവരെ ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാട്ടോ. അങ്ങനെ അവർ എനിക്കൊരു ചോക്ലേറ്റ് ഒക്കെ തന്നു. മോസ്റ്റ് സ്പെഷ്യൽ തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ. ഒരു സർപ്രൈസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ട്രെയിനിൽ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഡിന്നറൊക്കെ കഴിച്ച്, ഞാൻ ഏറ്റവും അപ്പർ ബർത്തായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ മേലെ കയറി കടന്നു. മേലെ ആയതുകൊണ്ട് വേറെ അധികം സീനൊന്നുമില്ലല്ലോ. അങ്ങനെ ഡേ 2 മോർണിംഗിൽ ഞാൻ നീറ്റ് ബ്രഷ് ചെയ്തു. പിന്നെ നമുക്ക് ട്രെയിൻ ആയതുകൊണ്ട് കുളിക്കലൊന്നും അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെറ്റ് വൈപ്സ് സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് വൈപ്പ് ചെയ്ത് ഒന്ന് ഫ്രഷായി. കുറേ പാട്ടും ഡാൻസും റീൽസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ട്രെയിനിൽ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇതെൻ്റെ ടീച്ചേഴ്സാണ്. ഗുഡ് മോർണിംഗ്. ഡേ 2 വീഡിയോ ആണ്. അങ്ങനെയൊക്കെ കുളിച്ചിട്ടില്ല. ഇപ്പം മനസ്സിലായല്ലോ ടീച്ചേഴ്സിൻ്റെ വൈബ് എന്താണെന്നുള്ളത്. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴേക്കും പിന്നെ ഇവർ സ്റ്റാഫാണെന്നുള്ള കാര്യം നമ്മളെ മറന്നു. കാരണം അത്രയും നല്ലൊരു ബോണ്ട് വന്നു. ഇതാണ് ആൻജോ സാർ. ആൻജോ സാർ ഒരു കൊച്ചു ഗായകനാണ് കേട്ടോ. അപ്പോൾ സാറിൻ്റെ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇതും കാർഡ്സ് പോലെ കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ, യൂണോ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുകയാണ്. അങ്ങനെ 3rd ഡേ മോർണിംഗ് 10 o'clock നമ്മൾ ആഗ്രാകാണ്ട് എത്തുന്നത്. പിന്നെ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടർലസ്റ്റിൻ്റെ ബസ്സിലായിരിക്കും ബാക്കിയുള്ള എല്ലാ ട്രാവലിങ്ങും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി. അവരെ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. ആഗ്ര എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് താഴെ പോയി ഫുഡ് കഴിക്കണം. പിന്നെ ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് താജ്മഹൽ.